ദൈവതിരുനാമം മാത്തപ്പെടട്ടെ. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ജൂൺ 29. അപ്പോസ്തലന്മാരുടെ തലവനായ വിശുദ്ധ പത്രോസ്, വിജാതിരുടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്, രണ്ടുപേരുടെയും ഓർമ്മ സഭ ഒരേ ദിവസമാണ് കൊണ്ടാടുന്നത്. വിശുദ്ധ പത്രോസിന്റെ കയ്യിൽ ഒരു താക്കോലും വിശുദ്ധ പൗലോസിന്റെ കയ്യിൽ ഒരു വാളുമാണുള്ളത്. ക്രിസ്തുവിന്റെ ആദ്യ ശിഷ്യരിൽ ഒരുവനും ശിഷ്യഗണത്തിന്റെ തലവനുമാണ് വിശുദ്ധ പത്രോസ്. ക്രിസ്തുവിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട ആൾ അല്ലായെങ്കിലും ക്രിസ്തു വിശ്വാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനായ ആളാണ് വിശുദ്ധ പൗലോസ്. ഗലീലക്കാരനായ ശിമയോൻ എന്ന് വിളിപ്പേരുള്ള പത്രോസ് ഒരു പാവപ്പെട്ടവനും മീൻപിടുത്തക്കാരനുമായിരുന്നു. സാബുൾ എന്നു പേരുള്ള പൗലോസ് ഗ്രീക്ക് നഗരമായ തർശീശിൽ വളർന്ന് റോമൻ പൗരനും വിദ്യാസമ്പന്നനും പരീശനും മതപണ്ഡിതനും ഒരു സഞ്ചാരിയും യഹൂദനുമായിരുന്നു. നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ എന്ന യേശുവിൻ്റെ വാക്കുകൾ കേട്ട് കർത്താവിനെ അനുഗമിച്ചവനാണ് പത്രോസ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ അന്ത്രയോസാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത കൂട്ടത്തിലുള്ളയാളാണ് പത്രോസ് ലീഹ. 3.5 വർഷക്കാലം ക്രിസ്തുവിനോട് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയായ ആളാണ് പത്രോസ് ലീഹ. എന്നാൽ പൗലോസ് ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. രണ്ടുപേരും വ്യത്യസ്ത ജീവിത രീതിയിൽ ജീവിച്ചു വന്നവരാണ്. രണ്ടുപേരും കർത്താവിൻ്റെ വിളി കേട്ട് വന്നവരാണ്. യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. എന്നാൽ യേശു അവനോട് ക്ഷമിച്ച് തന്നോട് ചേർത്ത് നിർത്തി തൻ്റെ അജഗണത്തിൻ്റെ ഉത്തരവാദിത്തം അവനെ ഏൽപ്പിക്കുന്നു. പൗലോസ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി ദമസ്കസിലേക്കുള്ള യാത്രാമധ്യേ മാനസാന്തരപ്പെട്ടയാളാണ്. കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ആകാശത്തു നിന്ന് ഒരു വലിയ വെളിച്ചം അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചു. അന്ധനായ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. സാബൂൾ, സാബൂൾ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ശബ്ദം അവൻ കേട്ടു. കർത്താവെ, നീ ആരാണ് എന്ന് അവൻ ചോദിച്ചപ്പോൾ, നീ പീഡിപ്പിക്കുന്ന നസറേനായ ക്രിസ്തുവാണ് ഞാനെന്ന് മറുപടി പറഞ്ഞു. അതിനുശേഷം സാബൂൾ ദമസ്കസിലേക്ക് തിരികെ പോയി അവിടെ വെച്ച് സ്നാനമേറ്റ് പൗലോസ് എന്ന പേര് സ്വീകരിച്ചു. സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ നൽകുമെന്ന് യേശു പത്രോസിനോട് പറയുന്നു. ഇത് ശിഷ്യഗണ സമൂഹത്തിന് നേതൃത്വം നൽകി സഭയെ നയിക്കുന്നതിനുള്ള നിയോഗമാണ്. യേശു അദ്ദേഹത്തിന് പാറ എന്നർത്ഥമുള്ള പത്രോസ് എന്ന പേര് നൽകി. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിയ ആണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞവനും മരണം വരെ ദൈവത്തോടുള്ള വിശ്വസ്തത കാത്തു സൂക്ഷിച്ചവനുമായിരുന്നു പത്രോസ് ലീഹ. വിശുദ്ധ പൗലോസിന്റെ കത്തുകൾ പുതിയ നിയമ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ലീഹ ജീവിതകാലം മുഴുവൻ വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു. പീഡനങ്ങൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നു. വിശുദ്ധ പൗലോസിനെ ജയിലിൽ അടച്ച് റോമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ശിരച്ഛേദം ചെയ്തു. പത്രോസ് ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ റോമിലാണ് ചിലവഴിച്ചത്. അദ്ദേഹത്തിനെ തല കീഴായി ക്രൂശിൽ തറച്ചാണ് കൊലപ്പെടുത്തിയത്. വത്തിക്കാൻ കുന്നിൽ അടക്കം ചെയ്തു. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിശുദ്ധർ നമുക്ക് മാതൃകയും പ്രചോദനവുമാണ്. വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം.